നമസ്തേ. ഈ പുതിയ UDF സർക്കാർ അധികാരം ഏറ്റെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ എനിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് സന്ദർഭം കിട്ടിയിരുന്നു. എൻ്റെ ഉദ്യമം കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും കേരളത്തിന് ഒരു എയിംസ് കിട്ടാനുള്ള ആ ക്വാളിഫിക്കേഷൻ ഉപയോഗിക്കാനുള്ള ചാൻസ് ആണെന്ന് ബോധ്യപ്പെടുത്താനും കൂടിയാണ് ഞാൻ പുതിയ ആരോഗ്യമന്ത്രിയെ സന്ദർശിച്ച് കാര്യങ്ങൾ സംസാരിച്ചത്. അദ്ദേഹത്തിന് വളരെയധികം ബോധ്യപ്പെട്ടിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഈ ഒരു ഫെസിലിറ്റി ഇവിടെ കിട്ടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പുതിയ ആരോഗ്യമന്ത്രി തന്നെ നേതൃത്വത്തിൽ അതിൽ ഇറങ്ങിത്തിരിച്ച് ആ എയിംസ് കേരളത്തിന് നേടിയെടുക്കാൻ ഞാൻ ചില സ്ഥലങ്ങളും അതിനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ സന്തോഷപൂർവ്വം എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിൻ്റെ മുന്നിൽ മുഖ്യമന്ത്രി മുഖാന്തരം അവതരിപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഈ തിരുവനന്തപുരത്തെ ഒരു മെഡിക്കൽ കോളേജ് കൂടി, രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് കൂടി തുടങ്ങാനുള്ള ഒരു ആശയം പറഞ്ഞു. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അവിടെ 350ഓളം കുട്ടികൾക്ക് എല്ലാ കൊല്ലവും അഡ്മിഷൻ കൊടുക്കുന്നു. അവർക്ക് വേണ്ട ഒരുപാട് ഫെസിലിറ്റികൾ അവിടെ ഇല്ലാതെ വരുന്നു. അപ്പോൾ വേറൊരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശം ഈ LDF സർക്കാരിൻ്റെ മുന്നേ തന്നെ UDF ചിന്തിച്ചിരുന്നു. അത് വീണ്ടും അവർ ആ ഒരു വിഷയം എടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദാജി അതിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു 150 കോടി രൂപയും ഇതിൻ്റെ തുടക്കത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചതായിട്ടും അറിയാൻ കഴിഞ്ഞു. ആ സമയത്ത് ഇപ്പോൾ കേരള സർക്കാർ ഈ പുതിയതായി വരുന്ന മെഡിക്കൽ കോളേജ്, അതായത് നിലവിലെ ജനറൽ ആസ്പത്രിയും തൈക്കാട്ടെ അമ്മയും കുഞ്ഞും എന്ന ഒരു ഹോസ്പിറ്റൽ, ഇതിലൊക്കെ കൂടി യോജിപ്പിച്ചിട്ടാണ് ഈ പുതിയ മെഡിക്കൽ കോളേജ് വരുന്നത്. അതിൻ്റെ പേരിട്ടിരിക്കുന്നത് കെ കരുണാകരൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അതായത് ആരോഗ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം പിതാവിൻ്റെ, അതായത് ലീഡറുടെ പേര് തന്നെ ഈ പുതിയ മെഡിക്കൽ കോളേജിന് ഇട്ടുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് വരുന്നത്. ഈ പുതിയ മെഡിക്കൽ കോളേജ് വരുമ്പോൾ അവിടെ 100 സീറ്റുകളുള്ള അഡ്മിഷനായിരിക്കും തുടക്കത്തിലുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു മെഡിക്കൽ കോളേജായി മാറണമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. കാരണം കേരളത്തിലെ 12 അല്ലെങ്കിൽ 13, 14 സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഇവിടെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഒരു മെഡിക്കൽ കോളേജിലും ശരിയായ യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല എന്നതാണ് ഇവിടുത്തെ ഭരണ നേട്ടം കൊണ്ടുള്ള ഏറ്റവും പ്രധാന കാര്യം. അതായത് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ശരിയായി താമസിക്കാൻ ഒരു കോളേജിലും ശരിയായ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതേപോലെ തന്നെ അവിടെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്കും താമസിക്കാൻ ഒരു ഫെസിലിറ്റിയുമില്ല. പക്ഷേ ഇവിടെ ഈ ടൗണുകളിലുള്ള മെഡിക്കൽ കോളേജ്, ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ കോഴിക്കോട്, തൃശ്ശൂർ, ആലപ്പുഴ അല്ലെങ്കിൽ മഞ്ചേരി ഇങ്ങനെയുള്ളതൊക്കെ ടൗണിലാണ്. ഈ ടൗണിലുള്ള മെഡിക്കൽ കോളേജിൽ ഈ പ്രശ്നം പുറത്തേക്ക് കാണില്ല. കാരണം അവിടെ പ്രൈവറ്റ് മേഖല ഹോസ്റ്റലുകളുണ്ടാക്കി ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് പൈസ വാങ്ങി അത് സോൾവ്ഡാണ്. പക്ഷേ ഈ ടൗണിലില്ലാത്ത മെഡിക്കൽ കോളേജുകളിലാണ് ഇത് പ്രശ്നം വരുന്നത്. അതിൽ കോളേജിലും താമസിക്കാൻ സ്ഥലമില്ല, പുറത്തും ഫെസിലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് ഇത് വലിയ ഒരു വിഷയമായിട്ട് മാറുന്നത്. സത്യത്തിൽ ഒരു മെഡിക്കൽ കോളേജ് ചാടിക്കയറി തീരുമാനിക്കേണ്ടതല്ല. വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അതിനു വേണ്ട ഓരോ കാര്യങ്ങളും, ക്ലാസ് മുറികൾ, ലാബോറട്ടറികൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ, മോർച്ചറികൾ, ഹോസ്റ്റലുകൾ എല്ലാം വളരെ പ്ലാൻഡ് ആക്കി
അതിനുള്ള സിസ്റ്റമാറ്റിക്കായി അത് രൂപപ്പെടുത്തിയിട്ട് വേണം കോളേജ് തുടങ്ങാൻ. അല്ലാതെ ആദ്യം കയറിയിട്ട് അഡ്മിഷൻ എടുക്കുകയല്ല സാധാരണ ചെയ്യേണ്ടത്. അത് ഒരു അനുഭവമായിട്ട് സർക്കാർ എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും തിരക്ക് പിടിച്ചത് തുടങ്ങുന്നുണ്ടായിരിക്കാം. ഓക്കെ, മെല്ലെ കണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരിക്കാം. പക്ഷേ ഇനിയെങ്കിലും സർക്കാർ ഒരു മെഡിക്കൽ കോളേജ് തുറക്കുന്നുണ്ടെങ്കിൽ വളരെ പ്ലാൻ ചെയ്തിട്ടായിരിക്കണം. കാരണം ഇപ്പോഴുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി ബുദ്ധിമുട്ടി ഈ കോഴ്സും കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവരുടെ ജോലി, അതായത് ഇത് ജോലി ചെയ്യണ്ട, എവിടെയെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇവിടെ വളരെ കുറഞ്ഞ രീതിയിലാണ് കാണുന്നത്. ഇനി അഥവാ ജോലി കിട്ടിയാലും അവരുടെ ആ ശമ്പള സ്കെയിലൊക്കെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. വേറെ അതിലും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത മറ്റ് ചില ജോലികൾക്ക് അതിലും കൂടുതൽ സാലറി കിട്ടുന്ന ദയനീയമായ ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇത്രയും പഠിച്ച് നീറ്റ് പരീക്ഷ എഴുതി അഡ്മിഷൻ എടുത്ത് ഈ കോഴ്സ് വളരെ ബുദ്ധിമുട്ടി താമസിച്ച് പഠിച്ച് ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നല്ലൊരു സാലറിയോട് കൂടിയിട്ട് ഒരു ജോലി കിട്ടുന്ന സംവിധാനം ഇന്ന് കേരളത്തിലില്ല. ഇത് എല്ലാ മേഖലയിലും ഉണ്ടെങ്കിലും ഇത് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്പർ 1 ആണ്, എല്ലാവർക്കും വേണ്ടതാണ്, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് എന്ന് സർക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കും. കാരണം ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വളരെ ഉഷാറായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതാണല്ലോ ഇത്രയും പെട്ടെന്ന് കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ഇത് വരുമ്പോൾ ഇനി ഉടൻ തന്നെ കേരളത്തിൻ്റെ എയിംസും ഇതുപോലെ വന്നിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.